സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്നവരാണെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്നും ദൈവത്തിനറിയാം. എന്നാൽ ആഴത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകുവാനും ദൈവവുമായി ആഴത്തിൽ ഒരു ബന്ധമുണ്ടാകുവാനും പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഒത്തിരി നേരമിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പല പ്രാർത്ഥനകളും പല രീതിയിലും ചൊല്ലിത്തീർത്തിട്ടുണ്ടാകും. എങ്കിലും പ്രാർത്ഥനകളുടെ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. പ്രാർത്ഥനകളുടെ മറുപടി ലഭിക്കുവാൻ വൈകുന്നു. കർത്താവിന് വേണ്ടി പല ശുശ്രൂഷകളും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. എങ്കിൽ വീണ്ടും വിശ്വാസത്തോടെ ആഴത്തിലേക്ക് ദൈവവുമായി നമ്മുടെ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കാം. നമ്മുടെ ആലോചനകൾ ദൈവഹിതമായിരിക്കട്ടെ. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയുന്ന മനുഷ്യനെ പോലെ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാം. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. നാം വളരെയേറെ ദൈവവുമായി ബന്ധം സ്ഥാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആത്മാവിന് രക്ഷ പ്രാപിക്കുവാനും സാധിക്കും. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു. നമുക്കിന്ന് നമ്മുടെ കർത്താവായ യേശുവിനോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവിടുന്ന് ഒന്ന് ഇടപെടണമേ. കർത്താവേ, എൻ്റെ ആത്മാവിലേക്ക് അങ്ങ് ഒന്ന് ഇടപെടണമേ. കർത്താവേ, ഞാൻ പൂർണ്ണമായും എല്ലാറ്റിലുപരിയായി അങ്ങയിൽ വിശ്വസിക്കുന്നു. എല്ലാറ്റിലും ശ്രേഷ്ഠമായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അവിടെ നിന്നാണ് കർത്താവേ എൻ്റെ ദൈവം. അതിനാൽ ഇന്ന് എന്നോട് ഇടപെടണമേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആമേൻ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവായ യേശുവേ, ദാഹിച്ചു വലഞ്ഞവൻ വെള്ളത്തിനായി ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവനായി ഇന്ന് ഞാനിതാ ദാഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ജീവനീര് ഇന്ന് എനിക്കായി കർത്താവെ ചൊരിയണം. ആ ദാഹജലം ഇന്ന് നൽകണമേ കർത്താവെ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇപ്പോൾ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ നൽകണമേ. യേശുവേ, ഞാൻ നിന്റെ
ദാനമല്ലോ. ആമേൻ കർത്താവേ. ആ ജീവനീരെനിക്ക് ഈടണേ. യേശുവേ ഞാൻ നിന്റെ കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നു. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, എന്നോട് ഇടപെടണമേ കർത്താവേ. ശ്രേഷ്ഠമായി ശക്തമായി എന്നോട് ഇടപെടണമേ കർത്താവേ. ആഴത്തിൽ എന്നോടും ഇടപെടണം. ഓ എന്റെ യേശുവേ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങിൽ നിന്ന് അകന്ന പാഴായിപ്പോയ ഒരു മൺപാത്രമായിരുന്നു ഞാൻ കർത്താവേ. ഇന്ന് അങ്ങയുടെ ആത്മാവിനാൽ എന്നെ മെനയണമേ ഈശോയെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് എന്നെ മെനയണമേ. കുശവന്റെ കയ്യിൽ കർത്താവേ ഞാനാകുന്ന പാത്രത്തിൽ സമർപ്പിക്കുന്നു. കുശവനായ അവിടെ നിന്ന് കർത്താവേ എന്റെ മേൽ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഇന്നൊരു നല്ല പാത്രമാക്കി എന്നെ മാറ്റണം. യേശുവേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടണമേ നാഥ. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. താഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. താഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ യേശുവേ, ഒരു മാനപാത്രമായി മാറ്റിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ഓ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠ, ആരിലും ശക്തമായി എന്നോട് ഇടപെടണമേ കർത്താവേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി എന്നോട് ഇടപെടണമേ കർത്താവേ. ഓ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ. എന്റെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ. കർത്താവേ, ഞാൻ കർത്താവയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഇടപെടണമേ കർത്താവേ. ഈ വർഷം മുഴുവൻ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തോട് ഇടപെടണമേ കർത്താവേ. ജീവിത പങ്കാളിയോട് ഇടപെടണമേ, മക്കളോട് ഇടപെടണമേ കർത്താവേ. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഓ യേശുവേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരികയും അതുവഴി നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.